ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ ഹോം ട്യൂഷൻ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഈ ചാപ്റ്റർ ആണെന്ന് ഓർക്കണ്ടോ? റീച്ചിങ് ദ ഏജ് ഓഫ് അഡോൾസൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അപ്പം ഇന്ന് നമുക്ക് ആ ചാപ്റ്ററിന്റെ ബാക്കി പഠിക്കാം. അപ്പൊ എല്ലാവരും റെഡിയാണ് പഠിക്കാൻ? നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. അന്ന് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന അവസാനം ഓർക്കണ്ടോ? നമ്മൾ ഹോർമോൺസിനെ പറ്റിയായിരുന്നു അല്ലേ പറഞ്ഞത്? അതെ, ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? കെമിക്കൽ സെക്രീഷൻ ആണ്. നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു തരം കെമിക്കൽ സെക്രീഷൻ ആണ്. അതായത് എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണ് ഈ സെക്രീഷനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന. ആ ഓരോ ഹോർമോൺസിനും എന്തുണ്ടാവും? ഒരു ടാർഗറ്റ് ആയിട്ടുള്ള ഓർഗൻ ഉണ്ടാവും. അവിടെ ആയിരിക്കും എന്ത് ചെയ്യണേ? അവരുടെ ആക്ഷൻ നടക്കണം. ഇപ്പൊ എക്സാമ്പിൾ, ഇൻസുലിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ, അതിന്റെ ഫങ്ഷൻ എന്തായിരിക്കും? നമ്മുടെ ബ്ലഡിൽ ഷുഗർ ലെവൽ കൂടിക്കഴിഞ്ഞ് ഷുഗർ ലെവൽ കുറയ്ക്കാന്നുള്ളൊരു ഫങ്ഷൻ ഇൻസുലിനുള്ളത്. ഇവിടെ ഗ്ലൂക്കോഗൺ ആണെങ്കിലോ ഷുഗർ ലെവൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കൂട്ടുക എന്നുള്ളൊരു ഫങ്ഷൻ, ഇൻക്രീസ് ചെയ്യിപ്പിക്കുക ഷുഗർ ലെവൽ, അല്ലെ? അങ്ങനെ ഓരോ ഹോർമോൺസിനും എന്തുണ്ടാവും? അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ അഡോൾസൻസ് ആവുമ്പോൾ, നമ്മുടെ അഡോൾസൻസ് ആ ഒരു കാലഘട്ടത്തില് നമ്മുടെ ബോഡിയിൽ ഒത്തിരി ഹോർമോൺസ് ഉണ്ടാവൂല. ഒത്തിരി ഹോർമോൺസ് ഉണ്ടാവുമല്ല, ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും. ഈ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ആരാ റെസ്പോൺസിബിൾ? ഹോർമോൺസ് ആണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അതായത് നമ്മൾ പ്യൂബേർട്ടി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തുണ്ടാവും? ടെസ്റ്റോസ്റ്ററോൺ സെക്രീറ്റ് ചെയ്യും, മെയിലാണെങ്കിൽ. അപ്പൊ ഈ ടെസ്റ്റോസ്റ്ററോൺ സെക്രീറ്റ് ചെയ്യണോണ്ടാണ് മെയിൽസിന്റെ ഫേഷ്യൽ ഹെയർ ഉണ്ടാവുന്നത്, അതുപോലെ ചെസ്റ്റിൽ ഹെയർ ഉണ്ടാവുന്നത് ഒക്കെ ഈ ടെസ്റ്റോസ്റ്ററോണിന്റെ പ്രൊഡക്ഷൻ മൂലമാണ്. അതേപോലെ ഗേൾസിലാണെങ്കിൽ പ്യൂബർട്ടി ആകുമ്പോൾ എന്തുണ്ടാവും? അവരുടെ ഓവറി എന്ത് സെക്രീറ്റ് ചെയ്യും? ഈസ്ട്രജൻ സെക്രീറ്റ് ചെയ്യും. ആ ഈസ്ട്രജൻ സെക്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് അവർക്കും എന്തുണ്ടാവും? കുറെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യില്ലേ? എന്താ അവർക്ക് ഡെവലപ്പ് ചെയ്യണേ? അവർക്ക് ഒന്നാമത് പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യും, മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും, ബ്രസ്റ്റ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ കുറെ ചേഞ്ചസ് വരും. അതേപോലെ തന്നെ ഈ സെക്രീഷൻസ് ഒക്കെ ആരുടെ കൺട്രോളിലായിരിക്കും? പിറ്റ്യൂട്ടറി എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ കൺട്രോളിലായിരിക്കും സെക്രീഷൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, നോക്കിക്കോ. നമ്മുടെ റിപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയുമ്പോ എന്താ? അത് ലാസ്റ്റ് ഫോർ മച്ച് ലോങ്ങർ ടൈം ഇൻ മെയിൽ ദാൻ ഇൻ ഫീമെയിൽ എന്ന് പറയുന്നത്. അതായത് റിപ്രൊഡക്റ്റീവ് ഫേസ് മെയിലായിരിക്കും കൂടുതൽ. കാരണം എന്താ? മെയിൽ സെക്ഷലി ആക്റ്റീവ് ആയിരിക്കും, കുറെ കാലം അവർ ആക്റ്റീവ് ആയിരിക്കും. ഫീമെയിലെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു മെനോപോസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവർ സെക്ഷലി ആക്റ്റീവ് അല്ലാണ്ടാവൂലേ? അവർക്ക് ആ ഒരു പീരീഡ്സ് നിൽക്കുന്ന സമയം ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഓവൊന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പൊ അവർ ആ ഒരു അത്രയും ടൈമിൽ മാത്രമാണ് അവർ റിപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആയിട്ടുള്ളൂ. അതായത് അവർക്ക് പീരീഡ്സ് അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് മെനാർക്കി വരെയുള്ള അത്രയും കാലഘട്ടമാണ് അവർ റിപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ്. പക്ഷെ മെയിൽ ആണെങ്കിലോ അവർക്ക് സ്പേം പ്രൊഡക്ഷൻ തുടങ്ങുന്നത് തൊട്ട് അവസാനിക്കുന്ന വരെ ഉണ്ടാവും. അവർക്ക് എപ്പോഴാണ് അവസാനിക്കണേന്ന് പറഞ്ഞാൽ കുറേ കാലം പല ആളുകളുടെ ഹെൽത്തും കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ ഫീമെയിലിനേക്കാളും കൂടുതൽ റിപ്രൊഡക്റ്റീവ് ഫേസ് മെയിലിന് ലാസ്റ്റ് ചെയ്യും. അതേപോലെ നമുക്കറിയാം, the uterine wall in female prepare itself to receive the fertilized egg. In case there is no fertilization, the lining of the uterine wall break down and goes out along with blood, and it is called menstruation and occurs once in about 28 to 30 days. എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഫീമെയിൽസിന് എടുക്കുവാണെങ്കിൽ എങ്ങനെയാ? അവരുടെ ബോഡിയിൽ അവരുടെ യൂട്രസ് എന്ത് ചെയ്യും? എല്ലാ മാസവും പ്രിപ്പറേഷൻ നടത്തും. എന്ത് പ്രിപ്പറേഷനാ? ഒരു ഫെർട്ടിലൈസ്ഡ് എഗ്ഗിനെ റിസീവ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ. യൂട്രസിന്റെ എൻഡോമെട്രി ഒക്കെ കട്ടിയാവും. എന്തിനാ? ഒരു ബേബീനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എൻഡോമെട്രി ഒക്കെ കട്ടി വരാം. അപ്പൊ ഈ സമയത്ത് എന്താ സംഭവിക്കണേ? ഫെർട്ടിലൈസേഷൻ നടന്നില്ല എന്ന് വിചാരിക്കുക. ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിലോ അങ്ങനെ വന്നു കഴിയുമ്പോൾ യൂട്രസ് എന്ത് ചെയ്യും? ഹോർമോൺസിന്റെ ആക്ഷൻ മൂലം യൂട്രസ് എന്ത് ചെയ്യും? ഇങ്ങനെ കോൺട്രാക്ട് ചെയ്തിട്ട് ആ ബ്ലഡ് വെസൽസ് ഒക്കെ എന്ത് ചെയ്യും? അതൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ യൂട്രസിന്റെ വാളിലുള്ള ആ തിക്ക് ലൈനിങ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അത് ബ്ലഡ് ആയിട്ട് ഇതിൽ കൂടെ പോകും, വജീന വഴി പുറത്തേക്ക് പോകും. ഇത് നമ്മൾ ആ ബ്ലീഡിങ് നമ്മൾ എന്ത് പറയും? മെൻസ്ട്രേഷൻ എന്ന് പറയും, പീരിയഡ്സ് എന്നൊക്കെ പറയും. അത് സാധാരണ 28 to 30 ഡേയ്സ് ഗ്യാപ്പിലാണ് ഇത് വരണത്. ഏകദേശം ഒരു 5 ഡേ വരെ ഇത് ഉണ്ടാവും. അങ്ങനെ ഇവര് ഈ പ്യൂബേർട്ടി ആയി കഴിയുമ്പോൾ ഇവർക്ക് ആദ്യമായിട്ട് മെൻസ്ട്രൽ ഫ്ലോ ഉണ്ടാവില്ല. അത് നമ്മൾ മെനാർക്കി എന്ന് പറയണേ. ആദ്യമായിട്ട് ഉണ്ടാവണേ, ഫസ്റ്റ് ഉണ്ടാവണേന് മെനാർക്കി എന്നും, നിൽക്കുന്നത് ആ നിൽക്കുന്ന അവസ്ഥ നമ്മൾ മെനോപോസ് എന്നും പറയും. ഇപ്പൊ മെനാർക്കി എന്ന് പറഞ്ഞാൽ എന്താ? തുടങ്ങുന്നത്. ഒരു പ്യൂബേർട്ടി കാലഘട്ടത്തിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യണേ? ഈ ഒരു മെനാർക്കി സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ മെനോപോസ് എന്ന് പറഞ്ഞാൽ സാധാരണ 45 to 50 ഇയർ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? നമ്മുടെ മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ആവും. അത് നമ്മൾ എന്ത് പറയണേ? മെനോപോസ് എന്ന് പറയണത്. ഇതിപ്പോ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഫീമെയിൽസിനും മെയിൽസിനും അവരുടെ റിപ്രൊഡക്റ്റീവ് ഫേസിൽ, അവരുടെ അഡോൾസൻസിൽ, അവരുടെ പ്യൂബർട്ടി കാലഘട്ടത്തിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാവുമ്പോൾ അത് ഏറ്റവും പ്രൊമനന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ആണ് ഇപ്പൊ ഈ പറഞ്ഞ എന്താ? മെനാർക്കി എന്ന് പറയുന്നത്. ഓക്കെ,
അടുത്ത് നോക്കിക്കേ, സെക്സ് ക്രോമസോം. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ സെക്സ് ക്രോമസോം ഇല്ലേ? ഉണ്ട്. നമ്മുടെ ക്രോമസോം എവിടെ ഇരിക്കണേ? നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ. ന്യൂക്ലിയസ് എവിടെ ഇരിക്കണേ? നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ. നമ്മുടെ ബോഡിയിൽ ഇഷ്ടംപോലെ സെൽസ് ഇല്ല, നമ്മുടെ ബോഡി മുഴുവൻ സെൽസാ. അപ്പൊ നമ്മുടെ ബോഡിയില് ഇങ്ങനെയാ ഓരോ ക്രോമസോംസും നമ്മൾ എടുക്കുവാണെങ്കിൽ ആ ക്രോമസോമിന്റെ ഉള്ളിൽ ആരുണ്ടാവും? ക്രോമസോമിന്റെ ഉള്ളിൽ DNA ഉണ്ടാവും. നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ ഹെറിഡിറ്റി എല്ലാം ഈ DNA ആശ്രയിച്ചിരിക്കും. ആ DNA നമുക്ക് നമ്മുടെ പേരൻസിൽ നിന്നായിരിക്കും കിട്ടുന്നത്. മറ്റേണിലും പറ്റേണിലും ആയിട്ടുള്ള പാർട്ട് ഉണ്ടാവും ആ DNA-ക്ക്. നമുക്ക് 23 പെയർ ക്രോമസോംസ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത്. 23 പെയർ എന്ന് പറയുമ്പോൾ എത്ര? 46. ഹ്യൂമൻ ബീങ്സ് ആണ് ഈ 46. അത് പല ഓർഗാനിസത്തിലും എന്ത് ചെയ്യും? വ്യത്യാസം വരും. ഇപ്പൊ ഹ്യൂമൻ ബീങ്സിനൊക്കെ 46 ആണ്. 46 അല്ലാതെ വന്നു കഴിഞ്ഞാൽ അതെന്താ? അത് മനുഷ്യനല്ല എന്ന് നമ്മൾ പറയണേ. ഇപ്പൊ 46 ഉണ്ടെങ്കിലാണ് അത് എന്താവുള്ളൂ? അത് മനുഷ്യനാവുള്ളൂ. ഓക്കെ. അപ്പം ഇതിനകത്ത് നമുക്ക് സെക്സ് ക്രോമസോം ഉണ്ട്. ഈ 23 പെയർ ഉള്ളതിനകത്ത് നമുക്ക് ലാസ്റ്റ് വന്ന പെയർ എന്ന് പറയില്ല, നമ്മുടെ സെക്സ് ക്രോമസോംസ് ആയിരിക്കും. ഈ സെക്സ് ക്രോമസോം ആണ് എന്ത്? എക്സും വൈയും. എക്സും വൈയും. അതിനകത്ത് ഫീമെയിലിനാണെങ്കിൽ എങ്ങനെയാ? 2 എക്സ് ആയിരിക്കും ഉള്ളത്. മെയിലിനായിരിക്കുമെങ്കിലോ എക്സും ഉണ്ടാവും വൈയും ഉണ്ടാവും. രണ്ടെണ്ണം ഉണ്ടാവും. അപ്പം ഈ ക്രോമസോം ആണ് എന്ത് ഡിറ്റർമൈൻ ചെയ്യണ? എന്ത് കൊച്ച് എന്താ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഡിറ്റർമൈൻ ചെയ്യണത്. അത് എങ്ങനെയാണ് സെക്സ് ഡിറ്റർമിനേഷൻ നമ്മൾ ചെയ്യണേന്ന് നമ്മൾ അടുത്ത പഠിക്കൂട്ടോ. ഇത് നമുക്ക് പഠിക്കാനുണ്ട് അതെങ്ങനെയാണ്. ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമ്മുടെ ക്രോമസോമ 23 പെയർ ഉണ്ടെന്ന് ഓർത്തിരിക്കാം. അതേപോലെ ഫീമെയിലിന്റെ ബോഡിയിൽ എക്സ് ക്രോമസോമും മെയിലിലെ എക്സ് വൈയും ആണ് ഓർത്തിരിക്കുക. അത്രയും കാര്യങ്ങൾ ഇപ്പൊ ഓർത്തിരിക്കുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ പഠിക്കാം. ഹോർമോൺസിന് ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട്. ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു കെമിക്കൽ മെസ്സഞ്ചർ ആണ്. നമുക്ക് ഗ്ലാൻഡിലെ സെക്രീറ്റ് ചെയ്യണം. ഗ്ലാൻഡിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് വിളിക്കും അല്ലെ? അപ്പൊ ഇവര് എവിടെ അവര് ആക്ട് ചെയ്യണ എവിടെയാ? അവർക്ക് ഒരു ടാർഗറ്റ് സൈറ്റ് ഉണ്ടായിരിക്കും. ഈ ഹോർമോൺ വളരെ കുറച്ചാണ് പ്രൊഡ്യൂസ് ചെയ്യുമെങ്കിലും ജനറലി അവിടെ ആക്ഷൻ പതുക്കെയാണെങ്കിലും, അല്ലെങ്കിൽ ആക്ഷൻ പതുക്കെയായിരിക്കും ഹോർമോൺസിന്റെ. പക്ഷെ ഇങ്ങനെയാ കുറെ നാള് ലാസ്റ്റ് ചെയ്യുന്ന ആക്ഷൻസ് ആയിരിക്കും. അതാണ് ഹോർമോൺസിന്റെ പ്രത്യേകത. അപ്പൊ നമ്മുടെ ബോഡിയിൽ എന്തുണ്ട്? കുറെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ടല്ലോ. മെയിൻ ആയിട്ടുള്ള നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഹൈപ്പോതലാമസ്, പീനിയൽ ഗ്ലാൻഡ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, തൈമസ്, പാൻക്രിയാസ്, അഡ്രിനൽ ഗ്ലാൻഡ്, ടെസ്റ്റിസ് മെയിലും അതുപോലെ ഓവറി ഫീമെയിലും. ഇത്രയും ഗ്ലാൻഡ്സ് ആണ് നമുക്കുള്ള. ഓരോ ഗ്ലാൻഡിന്റെ പൊസിഷൻസ് ഒക്കെ നമുക്ക് അറിയണം, ഫങ്ഷൻസ് ഒക്കെ അറിയണം. അതിന്റെ ആദ്യത്തെ ഗ്ലാൻഡ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും പി സൈസ് ഗ്ലാൻഡ് ആണ്. പി എന്ന് പറഞ്ഞാൽ എന്താ? പയർ അല്ലെ? അതുപോലെ ഇരിക്കുന്ന ഒരു ഗ്ലാൻഡ് ആണ്. നമ്മുടെ ബ്രെയിനിന്റെ ബേസ് പോർഷനിലാണ് എന്തിരിക്കണേ? ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇരിക്കണേ. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ സെക്രീറ്റ്. നമ്മുടെ ബോഡിക്ക് വളരണ്ടേ? നമ്മുടെ ബോഡിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഗ്രോത്ത് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് ആരാ? ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. അപ്പൊ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീഷൻ വളരെ കുറവാണെന്ന് വിചാരിക്കുക. അതായത് ഗ്രോത്ത് ഹോർമോൺ ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. ഈ ഗ്രോത്ത് ഹോർമോൺ ആവശ്യത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അപ്പൊ നമുക്ക് ഡാർഫിസം ഉണ്ടാവും. അതായത് നമുക്ക് പൊക്കമൊന്നും വയ്ക്കില്ല. അങ്ങനെ നമ്മൾ ആ ഒരു കണ്ടീഷനിലേക്ക് പോകും, ഡാർഫിസം. എന്നാൽ ഇതിന്റെ സെക്രീഷൻ ഒത്തിരി കൂടുതലാണെങ്കിലോ നമ്മൾ നമ്മുടെ പ്രായത്തെക്കാളും കൂടുതൽ എന്ത് കാണിക്കും? വളർച്ച കാണിക്കും. അതിന് നമ്മൾ ജൈൻജാന്റിസം എന്ന് പറയണേ. അതേപോലെ അത് കുട്ടികളിലാണ് നമ്മൾ ജൈൻജാന്റിസം എന്നും, അതുപോലെ അഡൽറ്റിലാണ് നമ്മൾ എന്തെന്ന് വിളിക്കും? അക്രോമെഗലി എന്ന് വിളിക്കും. അക്രോമെഗലി ആ ഒരു കണ്ടീഷന്. അത് ഏതാ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്രോത്ത് ഹോർമോണിന്റെ എമൗണ്ട് കൂടുകയോ കുറയുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കണ്ടീഷനാണ് നമ്മളിപ്പോ പറഞ്ഞത്. സെക്രീഷൻ ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ കുട്ടികളിലാണ് ജൈൻജാന്റിസം എന്നും, അതുപോലെ തന്നെ അഡൽറ്റിലാണെങ്കിൽ അക്രോമെഗലി എന്നും പറയും. ഇനി അടുത്ത ഗ്ലാൻഡ് ആണ് തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡ് എവിടെ ഇരിക്കുന്നത്? നെക്കിന്റെ പോർഷനിലല്ലേ തൈറോയിഡ് ഗ്ലാൻഡ് ഇരിക്കുന്നത്. ഈ തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഹോർമോൺ ആണ് തൈറോക്സിൻ. തൈറോക്സിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ആണ് തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യണേ. അപ്പം ഈ ഹോർമോൺ ശരിക്കും എന്തിനാ? നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസംസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നടക്കണമെങ്കിൽ എന്ത് വേണം? ഈ തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ വേണം. ഹോർമോൺ ഉണ്ടെങ്കിലാണ് നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസംസ് കറക്റ്റ് ആയിട്ട് നടക്കുകയുള്ളൂ. അപ്പം ഈ തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് തൈറോക്സിൻ. അപ്പൊ ഓരോ ഗ്ലാൻഡും എവിടെയാണ് പൊസിഷൻ, അത് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ, ആ ഹോർമോണിന്റെ റോള് നമ്മൾ അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഈ തൈറോക്സിന്റെ സെക്രീഷൻ കുറഞ്ഞു പോയെന്ന് വിചാരിക്കുക. അപ്പൊ ഹൈപ്പോ സെക്രീഷൻ ആണെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് വരും? ഹൈപ്പോ തൈറോയിഡിസം വരും. സെക്രീഷൻ കുറഞ്ഞു പോയെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം വരും. ഇനിയോ ദിസ് കണ്ടീഷൻ കോസ് അബ്നോർമാലിറ്റി. എന്തൊക്കെ അബ്നോർമാലിറ്റി വന്നേ? ഒന്നെങ്കിൽ എന്താ? ഗോയിറ്റർ ഉണ്ടാവും. അതായത് നമുക്ക് ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ തൈറോക്സിൻ എന്ന് പറഞ്ഞ ഹോർമോൺ അയഡിൻ ഉണ്ടെങ്കിലേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. നമ്മുടെ ഡയറ്റിൽ അയഡിൻ കുറഞ്ഞു പോകാന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ ഗോയിറ്റർ ഉണ്ടാവും.
അതുപോലെ മിക്സഡിമ, ക്രിപ്റ്റിനിസം ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ വരും. എന്ത് ഈ തൈറോയിഡ്സിന്റെ എമൗണ്ട് സെക്രീഷൻ കുറഞ്ഞു പോയ ഹൈപ്പോ തൈറോയിഡിസ് എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്ക് നമ്മൾ വരും. അതായത് നമ്മുടെ ഡയറ്റിൽ അയഡിന്റെ എമൗണ്ട് കുറഞ്ഞു പോകുമ്പോഴാണ് എന്ത് വരുന്നത്, ഈ ഒരു കണ്ടീഷൻ വരുന്നത്. ഞാൻ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അയഡിൻ ഉള്ള സോൾട്ട്, ഇപ്പൊ നമ്മൾ മിക്ക മേടിക്കുന്ന സോൾട്ടും അങ്ങനെയാ അല്ലെ, അയഡിനൈസ്ഡ് ആയിട്ടുള്ള സോൾട്ട് ആണ് നമ്മളിപ്പോ മിക്കതും മേടിക്കണത്. അപ്പം ശരിക്കും ഒരു ഹൈപ്പോതൈറോയിഡിസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു അസുഖമാണ് എന്ത് പറയണേ, മിക്സഡിമ എന്ന് പറയുന്നത്. മിക്സഡിമ എന്ന് പറഞ്ഞ കണ്ടീഷൻ. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ഒന്നും ചെയ്തില്ലെങ്കിൽ അതെങ്ങനെയായി മാറും, അത് ഒത്തിരി വലിയ പ്രശ്നമായിട്ട് മാറും, ഈ മിക്സഡിമയും ക്രിപ്റ്റിനിസം ഒക്കെ. ഓക്കെ, ഈ മിക്സഡിമ എന്ന് നമ്മൾ ശരിക്കും പറയുന്നത് അഡൽറ്റിൽ വന്ന ഒരു കണ്ടീഷനും ക്രിപ്റ്റിനിസം കുട്ടികളിലും കേട്ടോ. അത് നമുക്കറിയാം, ഇപ്പം തൈറോയ്ഡ് ഹോർമോൺ അതിന്റെ സെക്രീഷൻ ഇപ്പൊ കുട്ടികളിലും വരും, പ്രായമായവരിലും എന്ത് ചെയ്യും, ഈ പ്രോപ്പർ ആയിട്ട് തൈറോക്സിന്റെ സെക്രീഷൻ ഉണ്ടാവണം എന്നില്ല. അപ്പം കുട്ടികളിലാണെങ്കിൽ തൈറോക്സിന്റെ എമൗണ്ട് കുറവാണ് അവരുടെ ബോഡി സെക്രീറ്റ് ചെയ്യുന്നത് വിചാരിക്കാം. അപ്പൊ നമ്മൾ അതിനെ പറയുന്നതാണ് ക്രിറ്റിനിസം. കുട്ടികളില്, ചൈൽഡില് ക്രിറ്റിനിസം, രണ്ടില് സി ഇല്ലേ, ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ഇനി അത് അഡൽറ്റിനാണ് ഇങ്ങനെ തൈറോക്സിന്റെ എമൗണ്ട് കുറഞ്ഞു പോണെങ്കിൽ അപ്പൊ നമ്മൾ അതിനെ മിക്സഡിമ എന്നും വിളിക്കും. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്താ, മറ്റിപ്പം അതുപോലെ തന്നെ തൈറോക്സിന്റെ എമൗണ്ട് ഒത്തിരി കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഹൈപ്പോ തൈറോയിഡിസം എന്നായിരിക്കും വിളിക്കണേ. അപ്പൊ ഹൈപ്പോ തൈറോയിഡിസം വരുന്ന ആൾക്കാർക്ക് മെറ്റബോളിസം ഭയങ്കര കൂടുതലായിരിക്കും. അവരുടെ ഐബോൾസ് ഉണ്ടല്ലോ അതിങ്ങനെ പ്രൊട്രൂഡ് തള്ളി നിൽക്കും, ബ്ലഡ് പ്രഷർ കൂടുതലായിരിക്കും, പിന്നെ ടെൻഷൻ, ഹൈപ്പർ ടെൻഷൻ, ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ ഹൈപ്പർ തൈറോയിഡിസം വരുമ്പോൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ കുറെ കണ്ടീഷൻസിനാണ് അതുള്ളത്. ഇനി അടുത്ത ഒരു ഹോർമോൺ ആണ് പാരാതൈറോയിഡ്. പാരാതൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ പാരാത്തോർമോൺ എന്നാ പറയുന്നത്. തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാ, തൈറോയിഡ് ഹോർമോൺ തൈറോക്സിൻ അല്ലേ. അതേപോലെ പാരാതൈറോയിഡ് ഗ്ലാൻഡ്, പാരാതൈറോയിഡ് ഗ്ലാൻഡ് എവിടെയാണ്, നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് ഇവിടെയാണെങ്കിൽ അതിന് തൊട്ട് ബാക്കിലായിട്ട് 4 പാരാതൈറോയിഡ് ഗ്ലാൻഡ്സ് ഉണ്ട്. തൈറോയിഡ് ഗ്ലാൻഡ് ഇതാണെങ്കിൽ അതിന്റെ ബാക്കിലായിട്ടായിരിക്കും ആര് കാണുന്നത്, 4 പാരാതൈറോയിഡ് ഗ്ലാൻഡ്. അപ്പൊ അവര് സെക്രീറ്റ് ചെയ്യുന്നത് പാരാ തോർമോൺ എന്ന് പറഞ്ഞ ഹോർമോണാ. ഈ ഹോർമോൺ ആണ് നമ്മുടെ ബ്ലഡിലെ കാൽഷ്യത്തിന്റെ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യണേ. അതായത് ഇപ്പൊ പാരാതൈറോയിഡ് ഹോർമോൺ ഒത്തിരി ഉണ്ടെന്ന് വിചാരിക്കുക, ഒത്തിരി ഉണ്ടെങ്കിൽ എന്താ, റിമൂവ് കാൽഷ്യം ഫ്രം ബോൺ, ബോണിൽ നിന്ന് കാൽഷ്യത്തെ വലിച്ചെടുക്കും. അപ്പൊ നമ്മുടെ ബോൺ എന്താവും, വീക്കായി പോകും. ബോണിൽ നിന്ന് കാൽഷ്യത്തിനെ ബ്ലഡിലേക്ക് വലിച്ചെടുക്കും പാരാതൈറോയിഡ് ഹോർമോൺ ഒത്തിരി ഉണ്ടെങ്കിൽ. ബ്ലഡിലെ കാൽഷ്യം ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് പാരാതൈറോയിഡ് ഹോർമോൺ ഉള്ളത്. കാൽഷ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ തൈറോയിഡ് ഹോർമോണിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ. ക്ലിയർ ആയോ? അപ്പം ബ്ലഡിൽ കാൽഷ്യം ലെവൽ കൂട്ടുക. ബ്ലഡിൽ എങ്ങനെ കാൽഷ്യം ലെവൽ കൂട്ടാം, നമ്മുടെ ബോണിൽ നിന്നൊക്കെ കാൽഷ്യത്തെ എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. അപ്പം ബോണിൽ നിന്ന് കാൽഷ്യത്തെ റിമൂവ് ചെയ്യും. എക്സസ് ആയിട്ടുള്ള പാരാതൈറോയിഡ് ഹോർമോൺ നമ്മുടെ ഹോർമോൺ നമ്മുടെ ബ്ലഡിൽ വന്നു കഴിഞ്ഞാൽ ബ്ലഡിൽ കാൽഷ്യം ലെവൽ കൂട്ടാൻ ശ്രമിക്കും. അപ്പൊ നമ്മുടെ ബോണൊക്കെ എങ്ങനെയാവും, വീക്ക് ആവും. ഇനി അടുത്തൊരു ഗ്ലാൻഡ് ആണ് പാൻക്രിയാസ്. ഇപ്പൊ പാൻക്രിയാസ് എന്ന് പറഞ്ഞ ഗ്ലാൻഡ് 2 ഹോർമോൺസ് ആണ് സെക്രീറ്റ് ചെയ്യണത്. ഒന്ന് ഇൻസുലിനും ഗ്ലൂക്കഗണും. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അല്ലെ. ഇപ്പൊ ഇൻസുലിനും ഗ്ലൂക്കഗൺ ആണെങ്കിലും നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവല് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യണത്. ഇൻസുലിൻ എന്തിനാ ഹെൽപ്പ് ചെയ്യണേ, ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഗ്ലൂക്കഗൺ ബ്ലഡ് ഷുഗർ കൂട്ടാൻ വേണ്ടിയിട്ടും, കുറഞ്ഞു പോയാൽ കൂട്ടാൻ വേണ്ടിയിട്ടും. അതിനകത്ത് ഇൻസുലിന് ഡെഫിഷ്യൻസി വരാന്ന് വിചാരിക്കുക. ഇപ്പൊ ഇൻസുലിൻ ഹോർമോൺ നമുക്ക് കുറവാണ്, അതിന് ഡെഫിഷ്യൻസി വരുവാണെങ്കിൽ എന്ത് സംഭവിക്കും, അപ്പൊ നമുക്ക് ഡയബറ്റീസ് ഉണ്ടാവും. കാരണം നമ്മുടെ ബ്ലഡിൽ എന്ത് ചെയ്യും, ഷുഗർ ലെവല് കൂടും, ബ്ലഡിൽ ഷുഗർ ലെവൽ കൂടും. അപ്പൊ നമ്മൾ ഡയബറ്റിക് ആയിട്ട് പോകും. അതാണ് എന്താ ഇൻസുലിൻ ഹോർമോണിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇൻസുലിൻ ഹോർമോൺ കറക്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ സെക്രീഷൻ വരണം, എങ്കിലാണ് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുള്ളൂ, ഷുഗർ ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഗ്ലൂക്കഗണും വേണം. ഓക്കെ, ഇനി അടുത്ത ഗ്ലാൻഡ് നോക്കിയേ. അടുത്ത ഗ്ലാൻഡ് ആണ് അഡ്രീനൽ ഗ്ലാൻഡ്. ഈ അഡ്രീനൽ ഗ്ലാൻഡ്, 2 അഡ്രീനൽ ഗ്ലാൻഡ് ഉണ്ട്. നമുക്ക് 2 കിഡ്നി ഇല്ലേ, നമ്മുടെ കിഡ്നിയുടെ മുകളിലായിട്ടാണ് അഡ്രീനൽ ഗ്ലാൻഡ് കാണുന്നത്. ഈ അഡ്രീനൽ ഗ്ലാൻഡിന് 2 ഭാഗങ്ങളുണ്ട്. പുറമേ ഉള്ള ഭാഗത്തിന് നമ്മൾ കോർട്ടെക്സിനും ഉള്ളിലുള്ള ഭാഗത്തിന് നമ്മൾ മെഡുല്ല എന്നുമാണ് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അഡ്രീനൽ ഗ്ലാൻഡ് 2 ഉണ്ട്, 2 കിഡ്നിയിലും വെച്ചിട്ടുണ്ട്. അതിനകത്ത് പുറമേ ഉള്ളതിനെ കോർട്ടെക്സും ഉള്ളിലുള്ളതിനെ മെഡില്ല എന്ന് വിളിക്കും. ഈ കോർട്ടെക്സ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ. ഇപ്പൊ നമ്മുടെ ബോഡിയിലെ
മെറ്റബോളിസം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. മെറ്റബോളിസം എന്താ? നമ്മുടെ ബോഡി നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷനെയും കൂടി സമ്മാണ് മെറ്റബോളിസം. നമ്മുടെ ബോഡി റെസ്പിറേഷൻ നടക്കുന്നുണ്ട്, ഡൈജഷൻ നടക്കുന്നുണ്ട്, ഇങ്ങനെ ഒത്തിരി കെമിക്കൽ റിയാക്ഷൻ നടക്കണില്ലേ? എല്ലാത്തിനും കൂടെ സമ്മാണ് മെറ്റബോളിസം. മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ കോർട്ടെക്സ് സെക്രീറ്റ് ചെയ്യുന്ന കോർട്ടിസോൾ ആണ്. അപ്പൊ അഡ്രിനൽ ഗ്ലാൻഡ്, കോർട്ടെക്സ്, മെഡുല്ല 2 ഭാഗങ്ങളുണ്ട്. ഇതിനകത്ത് കോർട്ടെക്സ് ആണ് എന്ത് സെക്രീറ്റ് ചെയ്യണേ? കോർട്ടിസോൾ സെക്രീറ്റ് ചെയ്യണേ. ഓക്കെ. ഈ മെഡുല്ല എന്ന് പറഞ്ഞ പോർഷൻ ആണ് അഡ്രിനാലിൻ സെക്രീറ്റ് ചെയ്യണേ. അഡ്രിനാലിൻ ദാറ്റ് പ്രിപ്പയർ ദ ബോഡി ടു ഫേസ് വേരിയസ് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ. നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ വന്നു, നമുക്ക് അഡ്രിനാലിൻ വേണം. നമ്മൾ പെട്ടെന്ന് നമ്മൾ നടന്നു പോവാ, പെട്ടെന്ന് നമ്മൾ പട്ടീനെ കണ്ടു, പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യും? അഡ്രിനാലിൻ ഹോർമോൺ കൂടും, പെട്ടെന്ന് അതിന്റെ സെക്രീഷൻ ബ്ലഡിൽ കൂടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഓടാനൊരു ടെൻഡൻസി വരും. നമ്മുടെ ബോഡിയിൽ കുറെ എന്ത് വരും? ചേഞ്ചസ് വരും. സിമ്പത്തറ്റിക് സിസ്റ്റം ഒക്കെ വർക്ക് ആവും ആ സമയത്ത്. മെഡുല്ലയാണ് സെക്രീറ്റ് ചെയ്യണ എന്ത് ഹോർമോൺ? അഡ്രിനാലിൻ സെക്രീറ്റ് ചെയ്യണം. അപ്പൊ ക്ലിയർ ആണോ? നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തേ? കുറച്ച് ഹോർമോൺ ഗ്ലാൻഡ്സ് അല്ലെ. നമ്മൾ അഡ്രിനൽ ഗ്ലാൻഡ് എന്താന്ന് പറഞ്ഞു, പാൻക്രിയാസ് എന്താന്ന് പറഞ്ഞു, പാരാതൈറോയിഡ്, പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ? തൈറോയിഡ് ഗ്ലാൻഡ് എവിടെയാ ഇരിക്കണേ, അതിന്റെ ഫംഗ്ഷൻ എന്താ, അതുണ്ടാക്കുന്ന ഹോർമോൺസ് ഏതാന്നൊക്കെ പറഞ്ഞു അല്ലെ. പിന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, മാസ്റ്റർ ഗ്ലാൻഡ് എന്നൊക്കെ പറയുന്നതാണ് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പീ സൈസ്ഡ് ഗ്ലാൻഡ് എന്നൊക്കെ പറയും. അതിന്റെ സെക്രീഷൻ ആണ് ഗ്രോത്ത് ഹോർമോൺ. അത് കൂടുകയും കുറഞ്ഞത് എന്താ സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞു. എന്താ? കുട്ടികളിൽ കൂടിക്കഴിഞ്ഞാൽ ചൈനീസ് ആണെന്നും അഡൽറ്റിൽ കൂടിക്കഴിഞ്ഞാൽ അക്രോമെഗലി ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞ? ഗ്ലാൻഡ്സിന്റെ പേരുകളൊക്കെ അല്ലെ മെൻഷൻ ചെയ്ത്, ഹോർമോൺസിന്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തു. അപ്പൊ ഞാൻ എന്നാ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ കുറെ പേര് കമന്റ് ചെയ്തായിരുന്നു. എല്ലാവർക്കും ഉത്തരവൊക്കെ കിട്ടിയായിരുന്നോ? കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഫാദർ ഓഫ് എൻഡോക്രൈനോളജി? എൻഡോക്രൈനോളജി എന്താ? ഹോർമോൺസിനെ കുറിച്ച് പഠിക്കണേനാണ് എൻഡോക്രൈനോളജി എന്ന് പറയണേ. അപ്പം ആരെ എൻഡോക്രൈനോളജിയുടെ ഫാദർ? കണ്ടുപിടിച്ചു വെച്ചോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ആരാഞ്ഞ ഉത്തരം പറയൂ കേട്ടോ. നിങ്ങൾ എത്ര പേര് ശരിയാക്കണ്ടെന്ന് നോക്കട്ടെ. കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇട്ടാൽ മതി ആൻസർ കേട്ടോ. അപ്പം നമ്മുടെ ലൈവ് സെക്ഷൻ 8 മണി തൊട്ട് നടക്കണ്ട്. അപ്പം നമ്മൾ ലിങ്ക് കൊടുക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ലിങ്കിൽ കയറുക, ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യുക. മാക്സിമം നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവട്ടെ. അന്നന്നത്തെ ക്ലാസ് അന്നന്ന് കേൾക്കുക, അതുപോലെ പഠിക്കണം. സ്കിപ്പ് ചെയ്ത് വിടരുത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും പഠിക്കട്ടെ അല്ലേ. അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം എല്ലാവർക്കും ഓക്കെ ബൈ.